ഹലോ. ഹലോ മേഡം, നമസ്കാരം. തിരക്കാണോ? നമസ്കാരം. പറയൂ, കുഴപ്പമില്ല, പറയൂ. എന്റെ പേര് ബിപിൻ എന്നാണ്. ഞാന് മറ്റേ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അത് അത് ശരി. ഓക്കെ. സ്ഥലം മനസ്സിലായില്ല. അതായത് നമ്മുടെ സ്വപ്നഭൂമിയുടെ അവിടെയല്ലേ? സ്വപ്ന കോളേജ് പഞ്ചായത്തിന്റെ 6-ാം വാർഡിന്റെ എൻഡ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പറമ്പില് ഒരു കുന്ന് കിടക്കാണ്. സാധനം മഴ പെയ്ത് കഴിഞ്ഞാലേ വല്ല അസുഖങ്ങൾ വരും. നമ്മൾ അതും കൂടി പോണ ഒരാളാണേ. അല്ല, നമ്മളത് വീഡിയോ എടുത്തിട്ട് എന്റെ വീഡിയോ ഉണ്ട്, ഞാൻ അതിവിടെ കാണിച്ചു. ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനത് അയച്ചുതരാം മാഡത്തിന്, വേണമെങ്കിൽ അയച്ചുതരാം. അത് എന്താ ചെയ്യാൻ പറ്റും മാഡം? നമുക്കതേ അത് കോരി വേസ്റ്റ് അഡ്രസ് ഇന്നലെ അന്ന് നോക്കിയപ്പോ ഒരാളുടെ അഡ്രസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനെടുത്ത വീഡിയോയിൽ ഒരാളുടെ ഒരു KSEB ബില്ലിന്റെ ഒരു അഡ്രസ് ഉണ്ട്. ഞാൻ മാഡത്തിന് അയച്ചുതരാൻ വേണമെങ്കിൽ. ഒരു റോസ എന്നൊരു പേര്. ഹലോ. അപ്പൊ അല്ല, ഞാനേ അതിങ്ങോട്ട് തന്നോളൂ, നമുക്ക് പിടിക്കാം. അപ്പൊ ഞങ്ങള് ഹരിതകർമ്മസേനക്കാരും DLR-കാരും കൂടി പോയിട്ട് വേസ്റ്റ് ഇത് തെരഞ്ഞെന്ന് അഡ്രസ് കിട്ടിയവർക്ക് നമ്മൾ ഫൈൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇനി വല്ല അഡ്രസ്സും കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് പേര് കൂടി ഒരുമിച്ച് പോയിട്ട് ഹരിതകർമ്മസേനയൊക്കെ പോയിട്ട് തെരഞ്ഞിട്ട്. ഹലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് അഡ്രസ് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് അവർക്ക് ഫൈൻ ഏർപ്പാടാക്കിയിട്ട് ബാക്കി വേസ്റ്റ് ഒന്നല്ലെങ്കിൽ കോരിക്കൊണ്ടു, അല്ലെങ്കിൽ ആ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്, ആ പറമ്പിൽ തന്നെ കുഴിച്ചു മൂടുക. ഇനി ഇടുമ്പോ ആ വ്യക്തിയുടെ പറമ്പിന്റെ ഉടമസ്ഥനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസ് വഴിയൊക്കെ അന്വേഷിച്ചിട്ട് അവർക്കൊരു നോട്ടീസ് കൊടുക്കാൻ. ഒന്നല്ലെങ്കിൽ കമ്പി വേലി കെട്ടി അവിടെ ഒരു ഷീറ്റ് കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് മറക്കാൻ, ഒരു നല്ല പൊക്കത്തിലേ ഫെൻസിങ് പോലെ ചെയ്തിട്ടേ അവിടെ ഇടാത്ത രീതിയില്. അപ്പൊ ആ ഭാഗത്താണ് ബിബിന്റെ വീട്, ആ ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് അവിടെ. എന്റെ വീട് അവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. ഒരു ത്രിവേണി നഗർ എന്ന് പറയാം, അവിടെ ആയിട്ടാണ്. ഫ്രണ്ട്സിന്റെ വീടൊക്കെ ഉണ്ട് ഓൾറെഡി. ഞാൻ രണ്ട് ദിവസം അവിടെ നിന്നാലേ പിടിക്കാൻ പറ്റും. രണ്ടാൾക്ക് ഫൈൻ ഏർപ്പാടാക്കി പത്രത്തിലും ഈ നമ്മുടെ മൊബൈലിലൊക്കെ വഴി അങ്ങോട്ട് പ്രചരിപ്പിച്ച പിന്നെ ആൾക്കാർ ഇടാൻ പേടിക്കും. എന്താ വെച്ചാൽ ഇത് മഴ പെയ്താലേ ആകെ ഡേഞ്ചർ ആവേ. ഇപ്പൊ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. ഇല്ല, നമ്മൾ 2 ദിവസത്തിന്റെ ഉള്ളിൽ, മഴ പെയ്യുന്നതിന് മുന്നേ 2 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മളത് ക്ലീൻ ആക്കും. അങ്ങനെ കിടക്കണത്. ഹലോ, നമസ്കാരം. എല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക. എത്രയും വേഗം ഇവിടെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയാകട്ടെ. നിങ്ങൾ പോകുന്ന വഴിയിൽ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ തട്ടേണ്ട കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ആദ്യം ഒന്ന് സമാധാനത്തിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. എന്നൊരു കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഫോട്ടോയോ എടുത്തിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ട അധികാരിയെ ഏൽപ്പിക്കുക. കാരണം ഇത് വലിയൊരു മനുഷ്യനെ കൊല്ലുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപാട് പേര് ഇവിടെ വന്ന് കുമിഞ്ഞു കൂട്ടിയിടുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ സ്വപ്നഭൂമിയുടെ അവസാനത്തെ ഒരു കനാലിനോട് ചേർന്നുള്ള പറമ്പിലാണ് ഇത് മെയിനായിട്ട് ഇടുന്നത്. പാടുകാട്, രാമവർമ്മപുരം ആ ഏരിയ ഉള്ള ഒരുപാട് ആൾക്കാരാണ് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യുന്നത്. നമ്മുടെ കോലയിലുള്ള ആരും തന്നെയല്ല, രാമവർമ്മപുരം എന്ന സ്ഥലത്തുള്ള ആൾക്കാരാണ് വൈകുന്നേരം വന്ന് ഇടുന്നതാണെന്ന് അറിയാൻ സാധിച്ചത്. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു. Check the mic and make sure it sound right, boys.